Hi all, welcome to once. So fluid mechanics module 1 ആയിട്ടുള്ള ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് അതിൽ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എക്സാം ആയി, ഇനി അധികം ടൈമില്ല. അപ്പോൾ പെട്ടെന്ന് എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റും, എന്തൊക്കെയാണ് വേണ്ടത് അല്ലേ? പൊതുവേ നമ്മൾ അല്ലെ ഞങ്ങളായാലും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായാലും ഇപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴായാലും എക്സാമിന് മുമ്പായിട്ട് എന്തൊക്കെ നോക്കാം, എന്തൊക്കെ വരാം, ഇത് എപ്പോഴുമുള്ള ഒരു കാര്യമാണ് അല്ലേ? പാസ്സാവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ച് പാസ്സാവുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു സെഷനിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ്, അതുപോലെ നമ്മൾ മസ്റ്റായിട്ട് നോക്കി പോകേണ്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മളെന്ത് ഈ സെഷനിൽ നോക്കാൻ പോകണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. അപ്പോൾ നമുക്ക് അധികം തീർപ്പിക്കാണ്ട് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. സോ ഇതിൻ്റെ സിലബസ്, മോഡ്യൂൾ 1 സിലബസ് നോക്കാൻ നേരത്ത് നമുക്ക് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി വരുന്നുണ്ട്, ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്, പിന്നെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് വരുന്നുണ്ട്, അതിൽ ഫ്ലൂയിഡ് പ്രഷർ, പാസ്കൽ ലോ, അതേപോലെ മാനോമീറ്റർ, ഈ ടോപ്പിക്കൊക്കെയാണ് വന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് ആണ്, കാരണം ഇതിലെ പല കാര്യങ്ങളും നമുക്ക് 2, 3, 4 മോഡ്യൂൾസിലൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം അതൊന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് ബ്രീഫ് ചെയ്യാം ഈ ഒരു മോഡ്യൂളിൽ വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കാൻ നേരത്തെ ഒരു 5-6 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, സ്പെസിഫിക് വോളിയം, വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അതിൻ്റെ യൂണിറ്റും അതേപോലെ തന്നെ ഡയമെൻഷൻ. ഇപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അതുപോലെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയാൻ നേരത്ത് വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റിയുടെ ബേസ് ചെയ്തിട്ട് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ടു ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. സ്പെസിഫിക് വോളിയം പെർ യൂണിറ്റ് മാസ് ആണ് വന്നത്. പിന്നെ ഉള്ളത് വിസ്കോസിറ്റി ആണ്, റെസിസ്റ്റൻസ്, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നിടത്ത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. അതേപോലെ കൈനമാറ്റിക് വിസ്കോസിറ്റി പെർ ഡെൻസിറ്റിയുടെ ടേംസിലാണ് വന്നത്. അപ്പോൾ ഈ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ റിലേറ്റ് ചെയ്തിട്ടാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയും വരുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ട കേസാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോഴാണ് എന്ത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. എന്താ, ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ നേരത്ത് ഷിയർ സ്ട്രെസ് വിൽ ബി directly proportional to rate of shear strain, tau proportional to du/dy. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കേസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും എഴുതിയിട്ട് വേണം എഴുതാനായിട്ട്. ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്, മ്യൂ പ്രൊപ്പോർഷണാലിറ്റി കളയുന്നിട്ട് ഡൈനാമിക് വിസ്കോസിറ്റി, du/dy വെലോസിറ്റി ഗ്രേഡിയന്റ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് എന്ത് നമുക്ക് ഇത്. ഇനി അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് കോമൺലി വന്നിട്ടുള്ളതാണ് 2019 സ്കീം നമ്മൾ നോക്കാൻ നേരത്ത്. ഏതാണ് ഫ്ലൂയിഡ്, റിയൽ ഫ്ലൂയിഡ്, ന്യൂട്ടോണിയൻ, നോൺ ന്യൂട്ടോണിയൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 24 സ്കീമിലായാലും അപ്കമിങ് സ്കീംസിലായാലും നമുക്ക് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന കേസ് തന്നെയാണ്. ക്ലാസിഫൈ ഫ്ലൂയിഡ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ബേസ് ചെയ്തിട്ട് ഫ്ലൂയിഡ്, ഐഡിയൽ ഫ്ലൂയിഡ്, റിയൽ ഫ്ലൂയിഡ്, ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യുന്നത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യാത്ത നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, വിസ്കോസിറ്റി ഇല്ലാത്ത ഐഡിയൽ, വിസ്കോസിറ്റി ഉള്ളത് റിയൽ. ആ രീതിയിൽ നമ്മൾ എന്താ എഴുതുക. അതേപോലെ തന്നെ എന്താ അതിൻ്റെ ഒരു ഗ്രാഫ്, ഷിയർ സ്ട്രെസ്സും റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫും കൂടി വരച്ച് കിട്ടുന്നത് വളരെ നല്ലതാണ്. മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ എഴുതി പിടിപ്പിച്ചാലും ഒരു റെപ്രസെൻറ്റേഷൻ, അതൊരു ഡയഗ്രമാറ്റിക് ആവട്ടെ, ഒരു ടേബിൾ ആവട്ടെ, ഒരു ഗ്രാഫ് ആവട്ടെ വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മാർക്ക് വീണിരിക്കും അല്ലേ? നമ്മൾ ഒരുപാട് എഴുതിയാലും ഈ എല്ലാ ഇൻവിജിലേറ്റേഴ്സും ആദ്യം തൊട്ട് അവസാനം വരെ ഒന്നും വായിച്ചു നോക്കിയൊന്നുമില്ല. അപ്പോൾ ഒരു റെപ്രസെൻറ്റേഷൻ എപ്പോഴും കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൻ്റെ കേസ്, അതേപോലെ നോൺ ന്യൂട്ടോണിയൻ സ്യൂഡോ പ്ലാസ്റ്റിക്, ഡൈലാറ്റൻ്റെ കേസ്, അതേപോലെ ബിൻഗാമോ. അപ്പോൾ ഈ ഗ്രാഫ് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ 1-2 എക്സാമ്പിൾസും കൂടി എഴുതാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡാണ്. റിയൽ ആണെങ്കിൽ ഏതാണെല്ലാം, അതേപോലെ ഐഡിയൽ ആണെങ്കിൽ ഇമാജിനറി ആയിട്ടാണ് പറഞ്ഞത്. ന്യൂട്ടോണിയൻ വാട്ടർ ബ്ലഡ് ആണ്, നോൺ ന്യൂട്ടോണിയൻ ടൂത്ത് പേസ്റ്റ് കാര്യങ്ങൾ. ആ രീതിയിൽ എക്സാമ്പിളും കൂടി നോട്ട് ചെയ്ത് വെക്കണത് എന്താണ് നല്ലൊരു കേസാണ്. കാരണം നമ്മൾ എഴുതുമ്പോൾ പോയിന്റ് ആയിട്ട് ഇപ്പോൾ 2 കമ്പയർ ന്യൂട്ടോണിയൻ നോൺ ന്യൂട്ടോണിയൻ ആണെങ്കിൽ 2 എഴുതി, അതിൻ്റെ എക്സാമ്പിൾ എഴുതി, ഗ്രാഫിൽ റെപ്രസെൻറ്റ് വെച്ചാൽ 3 മാർക്ക് ക്വസ്റ്റിന് പക്കയാണ്, ക്ലിയർ. അപ്പോൾ ആ രീതിയിലാണ് അത് നോക്കേണ്ടത്. അപ്പോൾ ഇത് എല്ലാം മറന്നു പോകി നമ്മളൊരു കോഡ് റിൻസ് റിൻസ് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്, റിയൽ, അതേപോലെ ഐഡിയൽ, ന്യൂട്ടോണിയൻ, അതേപോലെ എസ് നോൺ ന്യൂട്ടോണിയൻ്റെ കേസിൽ പറയുന്നത് ടി ഐസോട്രോപിക്, വി വിസ്കസ്, ഇൻവിസ്കിഡ്. ആ രീതിയിൽ നമ്മൾ ഒരു കോഡൊക്കെ വെച്ച് പഠിക്കണതാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാവുന്ന. പിന്നെ സ്റ്റാറ്റിക്സ്, അത്രയാണ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൻ്റെ ഭാഗം വരുന്നത്. പിന്നെ ഉള്ള സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് പ്രഷറാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. അതേപോലെ തന്നെ എന്താ പാസ്കൽസ് ലോ, ഒരു പോയിന്റിൽ പ്രഷർ റെസ്റ്റിലാണെങ്കിൽ, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലുള്ള ഫ്ലൂയിഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പോൾ ഫ്ലൂയിഡ് റെസ്റ്റിലിരിക്കാൻ നേരത്തെ ഒരു പോയിന്റിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ ആണ്. PX = PY = PZ. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയിലെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കേസാണ് എന്ത് പാസ്കൽസ് ലോ എന്നത്. സോ P = ρgh, ഹൈഡ്രോളിക് പ്രസ്സിൽ F1/A1 = F2/A2. ക്ലിയർ.
ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ, 3 പ്രഷർ നമ്മൾ പഠിക്കേണ്ട: അറ്റ്മോസ്ഫിയറിക്, ഗേജ്, അബ്സല്യൂട്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ആയാലും ഞാൻ അതിനൊക്കെ ഒരേ കേസ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ ഗേജ് പ്രഷർ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. നെഗറ്റീവ് ഗേജ് പ്രഷർ അതിന് വാക്യൂം പ്രഷർ എന്നും പറയും. അതേപോലെ തന്നെയാണ് എന്ത്, പോസിറ്റീവ് ഗേജ് പ്രഷർ. അപ്പോൾ അതാണ് 4 വന്നേക്കണത്. ഇത് ഞാൻ ക്ലാസ്സിലെടുത്തപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റന്റ് 1 അറ്റ്മോസ്ഫിയറിക് 1.013 ബാർ വരാം. ഗേജ് പ്രഷർ മെഷറിംഗ് യൂസിങ് പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആണ്. വാക്യൂം പ്രഷർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഗേജ് പ്രഷറാണ്. പിന്നെ പ്രഷർ മെഷർമെന്റ് ഡിവൈസുകൾ, പീസോമീറ്റർ ഉണ്ട്, യൂട്യൂബ് മാനോമീറ്റർ ഉണ്ട്. മാനോമീറ്ററിൽ നിന്നുള്ളൊരു പ്രോബ്ലം നമുക്ക് മസ്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പല ടൈപ്പ് മാനോമീറ്റേഴ്സ് ഉണ്ട്. സിമ്പിൾ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇൻവേർട്ടഡ് യൂട്യൂബ് ഉണ്ട്, ഡിഫറൻഷ്യൽ ഉണ്ട്, ആ രീതിയിൽ. സോ യൂട്യൂബും ഇൻവേർട്ടഡ് യൂട്യൂബിൻ്റെ കേസ്, അത് ക്വസ്റ്റ്യൻ എങ്ങനെയാണോ വന്നത് ആ രീതിയിൽ, അത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനുള്ള ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് സെഷൻസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ എക്സ് ഡോട്ടം ബേസ് ചെയ്തിട്ട് ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ഈക്വൾ റൈറ്റ് ലിംബിലെ പ്രഷറാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഇൻവേർട്ടഡ് വരുമ്പോൾ അവിടെ മൈനസ് എടുക്കാനുള്ള കേസ്, മേളിലേക്ക് മെഷർ ചെയ്യുമ്പോൾ മൈനസ് എടുക്കാനുള്ള കേസ് എന്താ, വിട്ടുപോകരുത്. പിന്നെ കീ ഇക്വേഷനിലുള്ള നമ്മൾ നോക്കി റോ ജി എച്ച് ആണ്. പിന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ എച്ച് ആർ ഈക്വൽ ടു ഐ ജി ഡിവൈഡഡ് ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇനി ഇംഗ്ലൈൻഡ് ആണെങ്കിൽ ഒരു സൈൻ തീറ്റ ബേസ് ചെയ്തിട്ട്, ആംഗിൾ ബേസ് ചെയ്തിട്ടുള്ള റിലേഷൻ നോക്കുക. പിന്നെ ഫൈനലി ഉള്ള ചെറിയൊരു ടോപ്പിക്കാണ്, തിയറി മാത്രമെന്ന് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഗേജ് പ്രഷർ, ബൗണ്ടൻ ഗേജും ഡയഫ്രം ഗേജും ആണ്. സി ഷേപ്പ് ട്യൂബ് സ്ട്രൈറ്റ്നസ് ആണെങ്കിൽ ബോർഡൻ, അതേപോലെ ഡയഗ്രാം ആണെങ്കിൽ ഫ്ലെക്സിബിൾ പ്ലേറ്റ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ, അതിൻ്റെ ഡയഗ്രാംസും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ തിയറി ടോപ്പിക്കിൽ വന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസും ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സും നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏറ്റവും ഹൈ എക്സ്പെക്ടേഷൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ആ തിയറിയിൽ പറഞ്ഞായിരുന്നു, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ എന്താ, പാസ്കൽസ് ലോ, ഹൈഡ്രോസ്റ്റാറ്റിക്സ് ലോ, രണ്ടും കണക്റ്റിംഗ് സംഭവം തന്നെ തന്നെയാണ്. പിന്നെ ഉള്ളതുണ്ട് പല ടൈപ്പ് ഫ്ലൂയിഡ്. തിയറിയിൽ ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ കേസാണ് ഐഡിയൽ, റിയൽ, ന്യൂട്ടോണിയൻ. പിന്നെ മാനോമീറ്ററിൻ്റെ കേസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ ബേസിക് ഫണ്ടമെന്റൽ എന്താ ഡെൻസിറ്റി കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള, പിന്നെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ, യൂട്യൂബ്, അത് നേരത്തെ പറഞ്ഞു തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഏറ്റവും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയറിൽ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തൊട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വരാൻ നേരത്ത് ഈ ക്വസ്റ്റ്യൻസ് എന്താ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മസ്റ്റായിട്ട് നിങ്ങൾ എന്താ നോക്കി പോകേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ ന്യൂമറിക്കൽസ് നോക്കാൻ നേരത്ത് ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന ന്യൂമറിക്കൽസിൽ യൂട്യൂബ് മാനോമീറ്റർ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കേസാണ്. യൂട്യൂബ് ആവാം, ഡിഫറൻഷ്യൽ ആവാം, എല്ലാം ചെയ്യേണ്ട ഒരേ ടെക്നിക്ക് തന്നെയാണ്. ഞാൻ ഈ പറയുന്നത് ഇതെല്ലാം സിലബസിലുള്ള എല്ലാം പറഞ്ഞെന്നുള്ളതല്ല. മാനോമീറ്റർ എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് പറയുമ്പോൾ കണക്റ്റഡ് ആണ്. അത് ഡിഫറൻഷ്യൽ ആവട്ടെ, ഇൻവേർട്ടർ ആവട്ടെ, എല്ലാം ചെയ്യേണ്ട ഒരേ രീതിയാണ്. അപ്പോൾ അതാണ് മാനോമീറ്റർ, ഡിഫറൻഷ്യൽ ആവട്ടെ, ഇൻവേർട്ടർ ആവട്ടെ, പീസോമീറ്റർ ആവട്ടെ, എല്ലാം പി ഈക്വൽ ടു റോ ജി എച്ച്. അതേപോലെ പ്രഷർ ലിംബ് കണക്ട് ചെയ്തിട്ട് പി ഇവിടെ കണക്ട് ചെയ്യുന്നു, റോ ജി എച്ച് ഈക്വൽ ടു റൈറ്റ് ലിംബിലെ പ്രഷർ. അപ്പോൾ ഇതെല്ലാം ഒരേ കേസുകളാണ് എന്ത് പറയുന്നത്. ഇനി അതേപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ നോക്കിയായിരുന്നു. അബ്സല്യൂട്ട്, അറ്റ്മോസ്ഫിയറിക് ഗേജ്, അത് ജനറൽ ആയിട്ട് വരുന്ന, പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി, ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കോമൺലി വരുന്ന എന്താണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ കൺസിഡർ ചെയ്യാവുന്നത്, ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആ ഒരു ടൈപ്പോ ഇല്ല അതോ ആ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് എന്താ ഹൈ ആണ്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യനും കൂടി കുറച്ച് നമുക്ക് എന്താ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് ആൻഡ് ഗേജ് പ്രഷർ, സിമ്പിൾ മാനോമീറ്റർ ആൻഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ, പീസോമീറ്റർ ആൻഡ് പ്രഷർ ഗേജസ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അബ്സല്യൂട്ട് ഗേജ് പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്ന നേരത്ത് എന്താ അറ്റ്മോസ്ഫിയർ പ്രഷർ ഗേജ് ആണ് എന്ത് അബ്സല്യൂട്ട്. ഗേജ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിന് മേളിൽ പ്രഷർ ചെയ്യുന്നതാണ് എന്ത് ഗേജ് പ്രഷർ. വാക്യൂം പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ബിലോ അറ്റ്മോസ്ഫിയറിക്ക. ഇതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ഡയഗ്രാം കൂടി, പ്രഷറിൻ്റെ കേസിലുള്ള റെപ്രസെൻറ്റേഷൻ ഡയഗ്രാം കൂടി വരച്ച് വെച്ച് കഴിഞ്ഞാൽ പക്കയാണ്, മാർക്ക് ഫുള്ള് കിട്ടും. പിന്നെ ഡിഫറൻഷ്യലും സിമ്പിൾ മാനോമീറ്ററും. സിമ്പിൾ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് പ്രഷർ അറ്റ് ദി പോയിന്റ് കമ്പയർഡ് ടു അറ്റ്മോസ്ഫിയർ ആണ്. ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുന്നത് എന്താ, മെഷർ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ബേസ് ചെയ്തിട്ടാണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വരച്ചു വെക്കാവുന്നതാണ്. പിന്നെ പീസോമീറ്ററും പ്രഷർ ഗേജ് എന്ന് പറയുന്നത് എന്താ, ലോ പ്രഷർ ആണെങ്കിൽ അത് പീസോമീറ്റർ. പ്രഷർ ഗേജ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. മെഷറിംഗ് പ്രഷർ ബോർഡൻ ഗേജ് പോലത്തെ ഡിവൈസുകളാണെന്ത് പ്രഷർ ഗേജുകൾ വരും. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. ഒരു ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദി പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പൈപ്സ് എ ആൻഡ് ബി. എൻ്റെയും ബിൻ്റെയും പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്.
പൈപ്പ് എ ഈസ് ക്യാരിയിങ് ഓയിൽ. എ എന്ന് പറഞ്ഞ പൈപ്പ് ഓയിലാണ് ക്യാരി ചെയ്യണം. സ്പെസിഫിക് ഗ്രാവിറ്റി വന്നിട്ടുണ്ട്. ആൻഡ് പൈപ്പ് ബി ഈസ് ക്യാരിയിങ് വാട്ടർ ആണ്. ബി വാട്ടർ ആണ്. ഡെൻസിറ്റി ഓഫ് എയർ ആൻഡ് വാട്ടർ ആർ 1.16 and 1000 kg/m³ ആണ്. ദി പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ്. എയും ബിയും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് PA - PB ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇൻവേർട്ടഡ് DU2 മാനോമീറ്റർ ആണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്താ മാനോമീറ്ററിൽ നിന്ന് വരുമ്പോൾ ഇൻവേർട്ടർ വരുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എന്താ ഡോട്ടത്തിൽ നിന്ന് എന്താ XX ബേസ് ചെയ്തിട്ട് എന്താ വരക്കും. ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ഈക്വൽ ടു റൈറ്റ് ലിംബിലെ പ്രഷർ. അപ്പോൾ ലെഫ്റ്റ് ലിംബിലെ PA വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹൈറ്റ് ഇതിപ്പോൾ H1 ആയിട്ട് കൊടുത്ത് ഈ ഫുൾ ഹൈറ്റ്, ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള H1, അതേപോലെ ഈ ഇവിടെ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഫുള്ള് നമുക്ക് എന്താ വാട്ടറാണ്. അപ്പോൾ ലെഫ്റ്റ് ലിംബിൽ എന്ന് പറയാൻ നേരത്ത് എന്താ ഓയിലുണ്ട്, എന്നപ്പോൾ HO എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ എയർ ഉണ്ട്, ഇതിന് HA എന്ന് കൊടുക്കാം. ഇത് വാട്ടർ ഉണ്ട്, അതിന് HW എന്ന് കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ എന്ന് പറയാൻ നേരത്ത് എന്താ PA വരും. മൈനസ് മേളിലേക്ക് എടുക്കുമ്പോൾ എന്താണ് ρGHO മൈനസ് ρGHA ഈക്വൽ ടു റൈറ്റ് ലിംബിലെ പ്രഷർ എന്ന് പറയാൻ നേരത്ത് എന്താ PB മൈനസ് എന്താ ρGHW വരും. ഇതാണ് എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് മാനോമീറ്റർ ക്വസ്റ്റ്യൻ വരാൻ നേരത്ത് എന്താണ് ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ഈക്വൽ ടു റൈറ്റ് ലിംബിലെ പ്രഷർ ആണ്. എല്ലാ ഫ്ലൂയിഡും വരണ്ടോ എന്ന് നോക്കുക, അതിന് ബേസ് ചെയ്ത് XX ഡോട്ടം വെക്കുക. പിന്നെ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ഇക്വേറ്റ് ചെയ്യാം, ഈക്വൽ ടു റൈറ്റ് ലിംബിലെ പ്രഷർ കൊടുക്കുക. ഇനി ജസ്റ്റ് എന്ത് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കറക്റ്റ് ആ എക്സ്പ്രഷനിൽ PA - ρGH, കറസ്പോണ്ടിങ് ഇക്വേഷനിൽ H1 H2 എല്ലാത്തിൻ്റെയും വാല്യൂ കറക്റ്റ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് PA - PBൻ്റെ ഉത്തരം എന്താ കിട്ടും. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക. മാനോമീറ്റർ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഏത് മാനോമീറ്ററിൻ്റെ ക്വസ്റ്റ്യനും എന്താ ഫട്ടാഫട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ ആ ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഫ്ലാറ്റ് പ്ലേറ്റ് ഈസ് മൂവിങ് ഓവർ അനദർ സ്റ്റേഷനറി പ്ലേറ്റ് 1 millimeter apart. The space is filled with fluid of viscosity 0.2 Newton/m². The velocity of moving plate is 2 m/s. Calculate the velocity gradient, shear stress on the fluid, force required to keep the plate moving if the area is 0.5. ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് എന്താണ്, ഒരു സ്റ്റേഷനറി പ്ലേറ്റിന്റെ മേലെ 1 millimeter apart ആണ് വന്നേക്കുന്നത്. എന്നിട്ട് ഇത് ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട്, 1 millimeter apart ആണ്. If the velocity of the plate moving 2 m/s ആണ്, the space is filled with fluid of viscosity. ഇതിനകത്തുള്ള viscosity എന്ന് പറഞ്ഞാൽ mu equal to 0.2 ആണ്. സോ വെലോസിറ്റി ഗ്രേഡിയന്റ് du/dy കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ടോ ഈക്വൽ ടു mu ഇൻറ്റു du/dy ആണ്. അതിൽ നിന്ന് നമുക്ക് എന്താ du/dy. സോ വെലോസിറ്റി അറിയാം, dy അറിയാം. സോ അത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ du/dy കിട്ടും. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ ടോ ഈക്വൽ ടു mu ഇൻറ്റു du/dy ആണ്. du/dy നമ്മൾ കണ്ടുപിടിച്ചു, ഇൻറ്റു mu ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഷിയർ സ്ട്രെസ് കിട്ടും. പിന്നെ ഫൈനലി വേണ്ട എന്താ ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വെലോസിറ്റി ഗ്രേഡിയന്റ് du/dy ഉത്തരം കിട്ടും. ഷിയർ സ്ട്രെസ് ടോ mu ഇൻറ്റു du/dy ആണ്, അതിൻ്റെ ആൻസർ കിട്ടും. പിന്നെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ സ്ട്രെസ് അറിയാം, സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താ ഏരിയ 0.5 വന്നിട്ടുണ്ട്, ഇൻറ്റു ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫോഴ്സ് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാനിതൊക്കെ പറഞ്ഞു തന്നത് ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നതല്ല, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കി വെക്കണം, നല്ലതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്താ ഈ ഒരു ടൈപ്പ് ടോ കണ്ടുപിടിക്കാനോ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ആണെന്ത്, എ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ആൻ ഓയിൽ യൂസ് ഫോർ ലൂബ്രിക്കേഷൻ ബിറ്റ്വീൻ എ ഷാഫ്റ്റ് ആൻഡ് സ്ലീവ് ഇസ് 6 poise. 6 poise ആണെന്ത് ഡൈനാമിക് വിസ്കോസിറ്റി വന്നേക്കുന്നത് CGS-ലാണ്. ദി ഷാഫ്റ്റ് ഈസ് ഓഫ് ഡയമീറ്റർ 0.4 meter ആണ് ആൻഡ് റൊട്ടേറ്റ്സ് അറ്റ് എന്താ 190 rpm ആണ്. കാൽക്കുലേറ്റ് ദി പവർ ലോസ്റ്റ്, സ്ലീവ് ലെങ്ത് 90 ആയിരിക്കും. അപ്പോൾ P ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഈ റിലേഷൻ നമുക്ക് എടുക്കാം. ഇല്ലെ 2π/nt/60 അതൊക്കെ പവർ കണ്ടുപിടിക്കാൻ ജനറലി യൂസ് ചെയ്യുന്ന റിലേഷൻസ് ആണ്. സോ P ഈക്വൽ ടു 2π/nt/60. സോ തന്നേക്കുന്ന വാല്യൂസ് ക്വസ്റ്റ്യനിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താ mu വന്നിട്ടുണ്ട്, d വന്നിട്ടുണ്ട്, n വന്നിട്ടുണ്ട്, l വന്നിട്ടുണ്ട്. സോ ആദ്യമേ വെലോസിറ്റി കണ്ടുപിടിക്കുക. u ഈക്വൽ ടു π/dn/60 ആണ്. അവിടെ നിന്ന് u കിട്ടും. അതേപോലെ തന്നെ എന്താ ടോ ഈക്വൽ ടു mu ഇൻറ്റു du/dy ആണ്. സോ du/dy നമുക്ക് തന്നേക്കുന്ന ബേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അതിൽ നിന്ന് നമുക്ക് എന്താ u കിട്ടും. അതേപോലെ തന്നെ എന്താ dy എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, തിക്നെസ് 1.5 ആണ്. സോ ടോ ഈക്വൽ ടു mu ഇൻറ്റു du/dy. അതിൽ നിന്ന് ടോ കിട്ടും. ടോ കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു ഏരിയ ചെയ്താൽ ഫോഴ്സ് കിട്ടും. ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവിടെ നിന്ന് നമുക്ക് എന്താ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോഴ്സ് ഇൻറ്റു d/2 നമുക്ക് ടോർക്ക് കിട്ടും. ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പവർ ഈക്വൽ ടു 2π nt/60. ഒന്നുകൂടി പറയാൻ സിമ്പിൾ അല്ല, പവർ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി അല്ലെങ്കിൽ എന്താ 2π nt/60 എന്നാണ്. സോ ഇത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനീഷ്യലി u കണ്ടുപിടിക്കണം. u ഇട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടോ കണ്ടുപിടിക്കണം. ടോ ഈക്വൽ ടു mu ഇൻറ്റു du/dy ആണ്. ടോ ഇട്ട് കഴിഞ്ഞാൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് ഈക്വൽ ടു ടോ ഇൻറ്റു ഏരിയ ആണ്. ഫോഴ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ, ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് d/2. സോ p ഈക്വൽ ടു എന്താ 2π nt/60. ഇതാണ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ റൂട്ട് പോണത്. പവർ ഈക്വൽ ടു 2π nt/60 അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി രണ്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ വെലോസിറ്റിയിൽ നിന്ന് ടോയിൽ നിന്ന് ഫോഴ്സിൽ നിന്ന് ടോർക്കിൽ നിന്ന് പവർ. അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒരു ഷാഫ്റ്റ് സ്ലീവ് മെക്കാനിസം ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 2 large plane surfaces are 2.4 centimeter apart. The space between surface is filled with glycerin. What force is required to drag a very thin plate of surface area 0.5 square meter between the 2 large plane surface at a speed of 0.6 meter per second? If the thin plate is middle, thin plate 0.8 centimeter ആണ്. ഇത് നമുക്ക് നല്ലപോലെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ചിലപ്പോൾ നടുക്കായിരിക്കും, ചിലപ്പോൾ വാല്യൂ മിഡ് ആയിരിക്കും. അതാണ് ഞാൻ 2 ക്വസ്റ്റ്യൻ ഇതിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇത്ര ഡിസ്റ്റൻസ് മാറി എന്നുള്ള. അപ്പോൾ നമ്മളിതിൽ കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ, ടോ ഇൻറ്റു ഏരിയ അല്ലേ. ടോ ഈക്വൽ ടു mu ഇൻറ്റു du/dy ആണ്. സോ ഫോഴ്സ് ഈക്വൽ ടു ടോ ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ നമ്മളോട് ഇതിൻ്റെ നടുക്കെന്താ, 2 ലാർജ് പ്ലേറ്റ് ഉണ്ട്, 2.4 centimeter എപ്പാർട്ടാന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് സ്പേസ് ബിറ്റ്വീൻ സർഫസ് ഫിൽഡ് വിത്ത് ഗ്ലിസറിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു ഡ്രാഗ് എ വെരി തിൻ പ്ലേറ്റ് ഓഫ് സർഫസ് ഏരിയ 0.5. അപ്പോൾ ഇത് ഏരിയ ഉണ്ട്, ഇതിൻ്റെ ഏരിയ 0.5 ആണ്. ഇതിന് അങ്ങോട്ട് വലിക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് എന്താ, ഡ്രാഗ് ഫോഴ്സ് ആക്ട് ചെയ്യും, F1 F2. അപ്പോൾ ഈ F എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും, F1 പ്ലസ് F2നോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ? അപ്പം ഈ നടുക്കാകുമ്പോഴേക്കും 2.4, ഈ ഡിസ്റ്റൻസ് dy1 dy2 വരും. സോ mu ഇൻറ്റു du/dy1 ഏരിയ പുറത്ത് മൊത്തത്തിൽ എഴുതാം, പ്ലസ് mu ഇൻറ്റു du/dy2 ഈ രീതിയിൽ വരും. യു നമുക്ക് എന്താണ്, ഈ കറസ്പോണ്ടിങ് പുള്ളി ചെയ്യണ 0.6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മിഡിലായതുകൊണ്ടാണ് ഈ രീതിയിൽ വന്നത്. ഒരു ഡിസ്റ്റൻസ് മാറിയാണെങ്കിൽ ഒന്ന് ആ dy1 എടുക്കണം, മറ്റേത് dy2 എടുക്കണം. സോ സിമിലർലി F ഈക്വൽ ടു F1 പ്ലസ് F2. ടോ 1 കണ്ടുപിടിക്കുക, അതിൽ നിന്ന് F1 കണ്ടുപിടിക്കുക, ടോ ഇൻറ്റു ഏരിയ. അതേപോലെ ടോ 2 കണ്ടുപിടിക്കുക, അതിൽ നിന്ന് F2 കണ്ടുപിടിക്കുക, എന്നിട്ട് ആഡ് ചെയ്യാം. ഇതില്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ തന്നെ ഒരുമിച്ച് എല്ലാം കൂടി പുട്ട് ചെയ്തിട്ട് ചെയ്യാം. ഇതിൽ ആ വൈൻ്റെ വാല്യൂ മാത്രം മാറും, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. മ്യൂ സെയിം ആണ്, വെലോസിറ്റി സെയിം ആണ്. y1 വാല്യൂ മാത്രം. ഫസ്റ്റ് കേസിൽ മിഡിൽ ആയതുകൊണ്ട് രണ്ടും ഒരേപോലെ തന്നെ വരും. സെക്കൻഡ് കേസിൽ എന്താണ്, ഒരു ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഒന്ന് 1.6 ആണെങ്കിൽ മറ്റേത് 0.8 ആണ്. സോ y1 0.016, y2 എന്താ കറസ്പോണ്ടിങ്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ വാല്യൂ സെയിം സ്റ്റെപ്പ് സോൾവ് ചെയ്യുമ്പോൾ 40.5 കിട്ടും, സെക്കൻഡ് വൺ 45.54 കിട്ടും. സ്റ്റെപ്പ് ചെയ്യേണ്ട ഈ രീതിയിൽ തന്നെയാണ്. ഒന്നിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് ആഡ് ചെയ്യാം. ഇത് ഒരുമിച്ച് ഇക്വേറ്റ് ചെയ്തിട്ട് എന്താ ഒരുമിച്ച് കണ്ടുപിടിക്കും. ക്ലിയർ ആണല്ലോ? സോ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ചാപ്റ്ററിൽ നിന്നുള്ള തിയറി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ബ്രീഫ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ലുക്ക് ചെയ്യുമ്പോൾ മോഡ്യൂൾ 1 ലുക്ക് ചെയ്യാൻ നേരത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് മോഡ്യൂളാണ്, ബട്ട് ഏറ്റവും കൺസെപ്റ്റ് വൈസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള മോഡ്യൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. മോഡ്യൂൾ 1ൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞേക്കുന്നത് മസ്റ്റായിട്ട് നോക്കുക. ഞാൻ എൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ ഷോർട്ടായിട്ടുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഫൈനലി ഒന്ന് ബ്രഷപ്പ് ചെയ്യുകയാണെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പഠിക്കാണ്ട് പോകണ്ട. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പാസ്കൽസ് ലോ കേസ്, ഹൈഡ്രോസ്റ്റാറ്റിക് ലോയുടെ കേസ് വരുന്നത്. പിന്നെ മാനോമീറ്റർ, ഒരു ന്യൂമറിക്കൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് മാനോമീറ്ററിയുടെ കേസിൽ നിന്നാണ്. പിന്നെ ബേസിക് പ്രോപ്പർട്ടീസ്, ഡെൻസിറ്റി കാര്യങ്ങൾ, പിന്നെ പ്രഷർ, ഇത് ഓൾറെഡി കണക്റ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ന്യൂട്ടൺസ് ലോ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ്, പാസ്കൽ, മാനോമീറ്റർ, ബേസിക്, ഈ 5 കാര്യങ്ങൾ പഠിക്കാണ്ട് മോഡ്യൂൾ 1ൽ നിന്ന് നിങ്ങൾ പോകണ്ട. മോഡ്യൂൾ 1ൽ ഈ 5 കാര്യത്തിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്വറീസോ നിങ്ങൾ ചോദിക്കുക.
അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഫ്ലൂയിഡ് മെക്കാനിക്സിന് നല്ല മാർക്ക് എന്ത് ചെയ്യുക, സ്കോർ ചെയ്യുക. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. സോ താങ്ക് യു.